UAE-യിൽ പുതിയ തൊഴിൽ നിയമം തൊഴിലുടമയെയും ബന്ധപ്പെട്ട അധികാരികളെയും അറിയിക്കാതെ ജോലി ഉപേക്ഷിക്കുന്ന ജീവനക്കാരുടെ വർക്ക് പെർമിറ്റ് താൽക്കാലികമായി നിർത്തിവെക്കും. 1 വർഷത്തേക്കാണ് ഇവർക്ക് തൊഴിൽ വിലക്ക് ഏർപ്പെടുത്തുന്നതെന്നാണ് മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചത്. കരാർ അവസാനിക്കുന്നതിന് മുമ്പ് നിയമവിരുദ്ധമായി തൊഴിൽ അവസാനിപ്പിക്കുന്നവർക്കും ഈ നിയമം ബാധകമായിരിക്കും. അതേസമയം ഗോൾഡൻ വിസ ഉടമകൾ, കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ സ്പോൺസർ ചെയ്യുന്ന തൊഴിലാളികൾ, നിലവിലെ തൊഴിലുടമയിൽ നിന്ന് പുതിയ പെർമിറ്റ് തേടുന്ന തൊഴിലാളികൾ, പ്രത്യേക പ്രൊഫഷണൽ അല്ലെങ്കിൽ സാങ്കേതിക പരിജ്ഞാനമുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ എന്നിവർക്ക് വിലക്ക് ബാധകമായിരിക്കുന്നതല്ലെന്നും അറിയിച്ചിട്ടുണ്ട്. UAE-യിൽ വാറ്റ് നിയമത്തിൽ പുതിയ ഭേദഗതി. സ്വർണം, വജ്രം, വെള്ളി എന്നിവയുടെ വാറ്റ് ഇനി കച്ചവടക്കാർ നൽകേണ്ടതില്ല. ഇനി മുതൽ ഉപഭോക്താക്കളായിരിക്കും വാറ്റ് നൽകാൻ ബാധ്യസ്ഥരായിരിക്കുന്നത്. അവർ തങ്ങളുടെ നികുതി റിട്ടേണുകളിൽ വാറ്റ് കണക്കാക്കുകയും പ്രഖ്യാപിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും വേണ്ടിവരും. റിവേഴ്സ് ചാർജ് പ്രയോഗം വിപുലീകരിച്ചുകൊണ്ടുള്ള മന്ത്രിസഭാ തീരുമാനം 127 അനുസരിച്ചാണ് പുതിയ ഭേദഗതി നിലവിൽ വരുന്നത്. സ്വർണം, വെള്ളി, പലേഡിയം, പ്ലാറ്റിനം എന്നിങ്ങനെയുള്ള വിലയേറിയ വസ്തുക്കൾക്കെല്ലാം ഇത് ബാധകമായിരിക്കും. സ്വർണം, വജ്രം, വെള്ളി വ്യാപാര മേഖലയിൽ ഇത് പുതിയ ഉണർവിന് കാരണമാകുമെന്നാണ് നിഗമനം. ലെബനനിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പ്രതീക്ഷ. പുതിയ പ്രസിഡന്റായി ജനറൽ ജോസഫ് ഔൺ സ്ഥാനമേറ്റു. ഇസ്രയേലും ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം അവസാനിപ്പിച്ച് ആഭ്യന്തര സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് സ്ഥാനമേറ്റയുടനെ അദ്ദേഹം അറിയിച്ചു. ലെബനനിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്ന 5ാമത് സൈനിക ജനറലാണ് ജോസഫ് ഔൺ. 2 വർഷമായി ഒഴിഞ്ഞുകിടന്ന പ്രസിഡന്റ് പദത്തിലേക്കാണ് ഔൺ തെരഞ്ഞെടുക്കപ്പെട്ടത്. ലോസ് ഏഞ്ചൽസിലെ ഹോളിവുഡിലുണ്ടായ വൻ തീപിടുത്തം എമിറേറ്റ്സ് എയർലൈൻസ് സർവീസുകളെ ബാധിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇവിടുത്തെ പ്രധാന വിമാനത്താവളം തീപിടുത്തമുള്ള പസഫിക് പാലിസോഡിൽ നിന്ന് 16 കിലോമീറ്ററിലധികം അകലെയാണ്. അതുകൊണ്ട് തന്നെ ലോസ് ഏഞ്ചൽസിലെ വിമാനത്താവളം ഇപ്പോൾ സാധാരണ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സ്ഥിതിഗതികൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എമിറേറ്റ്സ് വൃത്തങ്ങൾ അറിയിച്ചു. UAE-യിൽ അധ്യാപക ജോലി തേടുന്നവർക്ക് സുവർണാവസരം. നിരവധി ഒഴിവുകൾ. ദുബായിലാണ് ഒഴിവുകൾ ഏറെയും. വരുന്ന ആഗസ്റ്റിൽ തുടങ്ങുന്ന അധ്യയന വർഷത്തിൽ UAE-യിൽ മൊത്തം 906 അധ്യാപകരുടെ ഒഴിവുകളാണ് ഉള്ളത്. ഇതിൽ 700 എണ്ണവും ദുബൈയിലാണ്. അബുദാബിയിൽ 130 ഒഴിവുകളുമുണ്ട്. സയൻസ്, മാത്തമാറ്റിക്സ്, ഭാഷാ അധ്യാപകരുടെ ഒഴിവുകളാണ് ഏറെയും റിപ്പോർട്ട് ചെയ്യുന്നത്. കുവൈത്തിൽ അന്തരിച്ച മലയാളിയുടെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോയി. തൃശൂർ കൊരട്ടി സൗത്ത് വാഴിച്ചാൽ പടയാട്ടി വീട്ടിൽ തോമസിന്റെ മകൻ ജുനോയാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. സംസ്കാരം നാളെ കൊരട്ടി സെന്റ് മേരീസ് ഫൊറാന പള്ളി സെമിത്തേരിയിൽ നടക്കും. കോതമംഗലം മൂവാറ്റുപുഴ പ്രവാസി കൂട്ടായ്മയായ ആശ്രയം UAE-യുടെ വാർഷിക പരിപാടി ഹൃദയസംഗമം 2025 എന്ന പേരിൽ വരുന്ന ഞായറാഴ്ച രാവിലെ 10:30 മുതൽ ദുബായ് അൽക്കിസൈസിലെ വുഡ്ലൻഡ് പാർക്ക് സ്കൂളിൽ നടക്കും. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഷോ, വിവിധ കലാകായിക മത്സരങ്ങൾ എന്നിവ അരങ്ങേറും. പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം ആശയം പ്രസിഡന്റ് റഷീദ് കോട്ടയിൽ, ജനറൽ സെക്രട്ടറി ദീപു തങ്കപ്പൻ, പ്രോഗ്രാം കൺവീനർ ഷംസുദ്ദീൻ നിർമ്മണിൽ, ദുബായ് ചാപ്റ്റർ സെക്രട്ടറി അഭിലാഷ് ജോർജ്, പ്രോഗ്രാം മീഡിയ കൺവീനർ ജോൺസൺ ജോർജ്, UBL ചെയർമാൻ ബിബി ജോൺ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്നു.